ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയിലേക്ക് നിലവിൽ അപേക്ഷിക്കാൻ കഴിയുന്ന ഏതൊക്കെ റിക്രൂട്ട്മെൻറ്റുകളാണുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു ഓഫീസർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു ഓഫീസർ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏകദേശം 4ഓളം റിക്രൂട്ട്മെൻറ്റുകൾക്കാണ് നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെ റിക്രൂട്ട്മെൻറ്റുകളാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ ആർമിയുടെ NCC സ്പെഷ്യൽ എൻട്രി ആണ്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിലേക്ക് മിനിമം ഡിഗ്രിയും അതുപോലെ തന്നെ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 9 ഓഗസ്റ്റ് 2024 വരെ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ ആർമിയുടെ SSC ടെക്നിക്കൽ എൻട്രി ആണ്. ഇതിലേക്ക് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം 379ഓളം വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് മിനിമം എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 14 ഓഗസ്റ്റ് 2024 വരെയാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റിന് അപേക്ഷിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുക. ഇവരുടെ ലിങ്ക് സ്ക്രീനിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്, അല്ലെങ്കിൽ മൂന്നാമതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു റിക്രൂട്ട്മെൻ്റ് ആണ് ഇന്ത്യൻ ആർമിയുടെ തന്നെ ജാക്ക് എൻട്രി റിക്രൂട്ട്മെൻറ്റ്. ഇതിലേക്കും മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം 27 വയസ്സിലുള്ളവർക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മിനിമം LLB ഡിഗ്രി ഉള്ളവർക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 13 ഓഗസ്റ്റ് 2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു ഓഫീസർ ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുക. വീഡിയോ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഇന്ത്യൻ ആർമഡ് ഫോഴ്സിൻ്റെ SSC മെഡിക്കൽ ഓഫീസർ റിക്രൂട്ട്മെൻ്റ് ആണ്. ഇതിലേക്കും മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏകദേശം 450ഓളം വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 338 വേക്കൻസി മെയിൽസിനും 112 വേക്കൻസി ഫീമെയിൽസിനുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ്. മറ്റ് എക്സാമിനേഷനോ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇന്ത്യൻ ആർമഡ് ഫോഴ്സിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 4 ഓഗസ്റ്റ് 2024 വരെയാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റിന് അപേക്ഷിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് സ്ക്രീനിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നതാണ്. ഇങ്ങനെ 4 റിക്രൂട്ട്മെൻറ്റുകൾക്കാണ് നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ആർമിയിലൊക്കെ ഒരു ഓഫീസർ ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റുകൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.